Venue. അപ്പോൾ ഇന്നും ഓഫർ സെയിൽ തന്നെയാണ്. ഓഫർ സെയിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മൾ ഈ ഒരു മന്ത് നമുക്കൊരു ഓഫർ എൻ്റെ ആയിരിക്കും. നമ്മളിപ്പോൾ ഇവിടെ ഉള്ള പീസസ് ഞാൻ പറഞ്ഞില്ലേ, ലെഫ്റ്റ് ആവുന്ന വീഡിയോ കാണിച്ചതാണെങ്കിൽ നമുക്കുള്ള സൈസസ് ലെഫ്റ്റ് ആവുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇന്നത്തേൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതുപോലെ തന്നെ നമുക്ക് ഹാൻഡ് വർക്ക് ഉള്ള കുർത്തീസ് തന്നെയാണ്. നമുക്കൊരു 1250 റേഞ്ചിലോട്ടാണ് നമ്മൾ ഇന്ന് കൊടുക്കുന്നത്. സ്ലിറ്റ് ഉള്ള ഹാൻഡ് വർക്ക് ഉള്ള സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ഇടയിൽ 3 പീസ് ഉണ്ട്, ലൈൻസ് ഉണ്ട്, എല്ലാം കാണിച്ചു തരാം. അപ്പോൾ പിന്നെ എന്താ പറയുക, ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് തന്നെ ഞാനിത് അത് എല്ലാം അല്ലാട്ടോ, സ്റ്റാർട്ടിംഗ് ആണ്. ഇത് നെക്കോട്ട ഫാബ്രിക്കിലോട്ട് ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് ഇത്, കണ്ടോ. ഇതിന്റെ പീസ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നത്. അൺസ്റ്റിച്ച്ഡ് ആയിട്ടാണെങ്കിലും നമുക്കുണ്ട്, അതെല്ലാം സ്റ്റിച്ച്ഡ് ആയിട്ട് വേണമെങ്കിലും ഇതുപോലെ നെറ്റ് കോട്ടയാണ് ഫാബ്രിക് വരുന്നത്. ബാക്ക് സൈഡ് ഇതേപോലെ ഇതാ ഒരു പ്ലെയിൻ ആയിട്ടുള്ളതാണ്. നല്ലൊരു ചിക്കൻ കാരിയുടെ സിമിലർ ആയിട്ടുള്ള ഒരു വർക്കാണ്. ഇതിന്റെ ടോപ്പ് പ്ലസ് ദുപ്പട്ടയാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. ടോപ്പും ദുപ്പട്ടയാണ്. ടോപ്പ് ദുപ്പട്ടയുള്ള ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇത് നമ്മൾ നിവർത്തി കാണിക്കുന്നത്. ബാക്കിയെല്ലാം നമുക്ക് എന്താ പറയാ, ടോപ്പ് ഓൺലി അല്ലേ. അപ്പം ഇതാണ് ഫസ്റ്റ് ഓഫറിൽ. അപ്പൊ അത് അൺസ്റ്റിച്ച്ഡ് ആയിട്ടാണെങ്കിലും സ്റ്റിച്ച്ഡ് ആയിട്ടാണ് എങ്ങനെയാന്നുള്ളത് നിങ്ങൾ ചോദിക്കാം. പിന്നെ ഇത് നല്ല അടിപൊളി നല്ലൊരു ബ്ലൂ കളറാണ്, പ്ലസന്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ കളറിലോട്ട് ലൈൻ ഒരുപാട് ടൈം എടുത്ത് ചെയ്യുന്നതാണ്. ഇതുപോലെ വൺ സൈഡിൽ പേൾസിന്റെ വർക്കായിട്ട് ഇതേപോലെ വരുന്ന പ്ലീറ്റ്സ് ഉള്ള പാറ്റേൺ. ഇതൊന്ന് ലൈൻ ആണ് കേട്ടോ, വി നെക്കോട് കൂടി. ഇനി ഇത് ആണ് ഞാൻ പറഞ്ഞ സ്റ്റാർട്ട് ചെയ്യുന്ന 1250 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് സ്ലിറ്റ് ഉള്ള പാറ്റേൺ. ഇതേപോലെ ഹാൻഡ് വർക്ക് കൊടുത്തേക്കുന്ന ഓർഗൻസ ഫാബ്രിക്കിലോട്ട് ഹാൻഡ് വർക്ക് കൊടുത്തേക്കുന്നതാണ് ഈ ഒരു പാറ്റേൺ. ഇത് നമ്മൾ ഇന്നത്തേക്കാണ് കേട്ടോ ഈ ഒരു ഓഫറുള്ളൂ. അതിന്റെ ഒറിജിനൽ റേറ്റ് ഞാൻ ഇട്ടേക്കുന്നത് 1400 ആണ്. ഇത് ലൈൻ പാറ്റേൺ. ഇതേപോലെ തന്നെ ചെസ്റ്റ് പോർഷനിലേക്ക് ഇതുപോലെ ഒരു ഹാൻഡ് വർക്ക് കണ്ടോ, ഫ്ലവറിലോട്ട് ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ലൈൻ ആണ്. നല്ലൊരു ഷെയ്ഡാണ് കണ്ടോ, ഇതേപോലെ ഈ ഒരു ഷെയ്ഡ് ഇതുപോലെ. പിന്നെ വന്നേക്കുന്ന ഇതേപോലെ വി ഓണിയൻ ഷെയ്ഡിലോട്ട് ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തി കേട്ടോ. ഇതിടുമ്പോൾ ഭയങ്കര ഭംഗിയാണ്, ആ ഒരു ഭയങ്കര നീറ്റ് ലുക്കാണ്. ഇതുപോലെ യോക്കിലോട്ട് ഒരു ചെറിയൊരു ബനാറസിയുടെ യോക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതും ഇതേപോലെ തന്നെ നല്ലൊരു യെല്ലോ ഷെയ്ഡിലോട്ട് വി നെക്കിലോട്ട് മാത്രം ഇതേപോലെ ഒരു ബനാറസിയുടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ലൈൻ പാറ്റേൺ. ഇതിന്റെ എൻഡ് കണ്ടോ, ഇതേപോലെ ഫോൾഡിംഗ് ഒക്കെ ആയിട്ട് നമ്മൾ ബോർഡർ ഒക്കെ ആയിട്ട് ചെയ്തേക്കുന്നതാണ്. ഒരു ദുപ്പട്ടയൊക്കെ പെയർ ചെയ്താൽ അടിപൊളിയായിരിക്കും. പിന്നെ ഇത് നേരത്തെ കാണിച്ചതിന്റെ ബാക്കിലോട്ടും വർക്ക് വരുന്നുണ്ട്. കോളറാണ്, ബാക്കിലോട്ട് കോളറിലോട്ട് വർക്ക് ഉണ്ട് കണ്ടോ. ബാക്ക് കോളർ ഇതേപോലെ ഇത് ഈ ഒരു പാറ്റേൺ കണ്ടോ, നല്ലൊരു നീറ്റായിട്ട് നമുക്ക് ഞാൻ പറയും ഇതൊക്കെ ഒരു ദുപ്പട്ടയും കൂടെ പെയർ ചെയ്താൽ അത്യാവശ്യം വാഷ് ചെയ്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണിത്. പിന്നെ ഇതിന്റെ ക്രഷ്ഡ് ഓർഗൻസ ഫാബ്രിക്കിലോട്ട് ഇതാ നല്ല അടിപൊളിയായിട്ട് ഫുള്ളി ഒരു ഡിസൈൻ ഫാബ്രിക് വെച്ചിട്ടുള്ള ഒരു യോക്കാണ്. പിന്നെ നല്ല മസ്റ്റർഡ് യെല്ലോ, നല്ല ഇരുണ്ടൊരു യെല്ലോ കളറാണ് കേട്ടോ. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. പിന്നെ ഇതും ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഒരു ദുപ്പട്ടയൊക്കെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്. ഇതിന്റെ നെക്ക് കണ്ടോ, ഒരു വൈഡ് ആയിട്ടുള്ള ഒരു റൗണ്ട് നെക്കൊക്കെ വെച്ചിട്ട് ഇതേപോലെ ഒരു ഡിസൈൻ ഫാബ്രിക് വെച്ചിട്ട് വി കട്ടിങ് കൊടുത്ത് നല്ല രസമാണ്. ഇതും വെയർ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു കളർ ഷെയ്ഡാണ് കേട്ടോ അതിന്റെ. പിന്നെ ഇതേപോലെ ഇത് ഷിമ്മറിന്റെ, നമ്മൾ ഇതിന്റെ ഒത്തിരി കളേഴ്സ് ഞാൻ ചെയ്തായിരുന്നു. ഷിമ്മറിന്റെ ഫാബ്രിക് ഇതേപോലെ ബോട്ട് നെക്ക് വിത്ത് ഈ ഒരു കട്ടിങ് വന്നിട്ട് ഈ ഒരു ഷേപ്പിലോട്ട് ഇതേപോലെ ഉണ്ടാക്കണ്ടോ. ഇതുപോലെ ഈ ഒരു ലുക്കായിരിക്കും ഇതിന്. നല്ലൊരു ഫാബ്രിക് ആണ്. ബാക്ക് സൈഡ് ഇതിന്റെ ഈ ഒരു സെയിം ഫാബ്രിക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് പിന്നെ ഇത് കണ്ടോ, ഇത് മൽച്ചന്തേരിയിലാണ് കേട്ടോ. ഒത്തിരി റേറ്റ് വരുന്നതാണ്. നമ്മൾ താഴോട്ടൊക്കെ ഒരു ഹാൻഡ് വർക്കൊക്കെ ചെയ്തിട്ട് ഇതുപോലെ വി നെക്കിലോട്ട് ഇതുപോലെ ഹാൻഡ് വർക്ക് താഴോട്ട് കണ്ടോ. ഇത്രയും ഹെവി ഹാൻഡ് വർക്കാണ് ഇതിന്റെ. നല്ല ഭംഗിയുള്ള ഒരു സിൽവർ കളർ. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്, ലൈൻ പാറ്റേൺ ആണ് ഇതുപോലെ. ഓക്കെ, എൻഡിലോട്ടൊരു സ്ലിറ്റും ഇല്ല. അത് തന്നെ ആ ഒരു ഇതിന്റെ തന്നെയാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ച് പീസ് ഉണ്ടായിരുന്നു, റെഡി പീസ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഇതും ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ റെഡി പീസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത് സ്റ്റോക്ക് ഉണ്ട്. ഇതുപോലെ ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നതാണ്. ത്രെഡ് കൊണ്ടും ചെറിയ ഫ്ലോറൽ ഇതുണ്ടോ, ഫ്രഞ്ച് നോട്ട്സ് ഒക്കെ വെച്ചിട്ടൊരു വർക്കാണ്. അതിൻ്റെ ഏറ്റവും പ്രത്യേകത ഇതിനൊരു 2 ലെയർ ആയിട്ടാണ് ഇതിന്റെ താഴോട്ട് വന്നേക്കുന്നത്. അതുപോലെ തന്നെ സ്ലീവിന്റെ എൻഡിലോട്ട് ഇതുപോലെ ഒരു പിൻടക്ക് വെച്ചിട്ട് ഒരു സ്റ്റിച്ചും കൊടുത്തിട്ടുണ്ട് കണ്ടോ, ഇതുപോലെ. ഓക്കെ, അപ്പോൾ അത് പിന്നെ ഇത് കണ്ടോ, ഇത് ഓർഗൻസയിലോട്ട് ഫുള്ളി ഒരു മോട്ടീഫ് വരുന്നൊരു ഇതാണ് കേട്ടോ. പ്യുവർ ഓർഗൻസ ഫാബ്രിക് ആണ്, അതുകൊണ്ട് നമ്മൾ ഇത് ഡ്രൈ വാഷ് ചെയ്യേണ്ടി വരും. പിന്നെ ഇതിന്റെ എൻഡിൽ ഹെവി വർക്കാണ് കണ്ടോ, ഹെവി ആയിട്ടുള്ള വർക്കാണ്. ഇതാ ഫുൾ വർക്കാണ്. ഇതിന്റെ എൻഡിൽ ഞാനൊരു ഫോൾഡിങ് കാണിച്ചു തരാം. നമ്മൾ ഫോൾഡ് ചെയ്തിരിക്കുമ്പോൾ ഒരു മാർക്കാണ് കേട്ടോ അത് ഓൾറെഡി നമ്മൾ പറയുന്നുണ്ട്. ഫുൾ വർക്ക് വരുന്ന ഒരു ഫാബ്രിക് ആണ്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. അതുപോലെ സ്ലീവ് കണ്ടോ,
ഫുൾ വർക്കായിട്ട് ഇതുപോലെ ഉള്ളൊരു വർക്കാണ് ഇത് കണ്ടോ. നല്ല ഹാൻഡ് വർക്ക് വന്നേക്കുന്നതാണ് കേട്ടോ വരുന്നത്. നല്ല ഹാൻഡ് വർക്ക് വരുന്ന ദുപ്പട്ട നോക്കിയേ കണ്ടോ. വൺ സൈഡ് സ്കാൽപ്പോട് കൂടി ഫുള്ളി ഹാൻഡ് വർക്ക് ആയിട്ട്. ഇനി ടോപ്പ് ഓൺലി മതിയെങ്കിൽ അത് ഓക്കെ. ഇതുപോലെ ഫുൾ ഹാൻഡ് വർക്ക് വരുന്ന ടോപ്പ് പ്ലസ് ദുപ്പട്ട ഇതാ ഇതുപോലെ കണ്ടോ. ഈ ഒരു പാറ്റേൺ ഇതുപോലെ ഉണ്ടാവും. നല്ല രസമാണ്. വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഡ്രൈ വാഷ് ചെയ്യണം. ഇത്രയും ഹെവി ഹാൻഡ് വർക്കാണ്. ഈ എന്താ പറയുക, നല്ല അടിപൊളി വർക്കാണ് കേട്ടോ ഇതിനകത്തോട്ട് കൊടുത്തേക്കുന്നത്. അപ്പം അത് ടോപ്പ് ഓൺലി വേണമെങ്കിൽ അത് പറഞ്ഞാൽ ഇതാ ഇത് കണ്ടോ. ഇതുപോലെ ഈ ഒരു നല്ലൊരു ഡിസൈൻ വന്നിട്ട് ഇതുപോലെ ഫുള്ളി മിറേഴ്സും ഇതെല്ലാം വന്നിട്ട് നല്ല ജെറ്റ് ബ്ലാക്ക് കളറിലോട്ട് ഈ ഒരു പാറ്റേൺ ഇതുപോലെ ഉണ്ടാവും. ഇത് പിന്നെ ലാസ്റ്റ് വന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചായിരുന്നു പ്യുവർ വിസ്കോസ് ഓർഗൻസയിലോട്ട് സ്ലിറ്റ് ഉള്ള പാറ്റേൺ ആണ് കേട്ടോ. ഇത് പ്യുവർ ഫാബ്രിക് ആണ്. നല്ല അത് കാണുമ്പോൾ എത്രത്തോളം ഭംഗി അതിൻ്റെ കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഈ ഒരു വർക്ക് ചിക്കൻ കാരിക്ക് സിമിലർ ആയിട്ട് ഷൈനിങ് ഉണ്ട് ഇതിനകത്ത് കണ്ടോ. സീക്വൻസ് വെച്ചിട്ട് ആ ഒരു ഷൈനിങ് വരുന്നൊരു ഫാബ്രിക് ആണ്. ഇതേപോലെ പ്യുവർ ഇതിന് യൂസ് ചെയ്തേക്കുന്നതും പ്യുവർ സാൻഡൂൺ ലൈനിങ് ആണ് അത്. ഓക്കെ വെച്ചാട്ടോ. ഇതെൻ്റെ ഒരുപാട് എൻക്വയറി ഉള്ള ഒരു പീസാണ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഇതിനകത്ത് കാണിക്കുന്നത് ആ കാണിച്ച പാറ്റേണിനെക്കാട്ടിലും ഇത് ബോട്ട് നെക്ക് ആണ്. ക്ലിയർ ആയിട്ട് പറയുന്നത് ഇത് ബോട്ട് നെക്ക്, സൈഡിലോട്ട് യോക്ക് വെച്ചിട്ട്, പക്ഷെ ആ ഫാബ്രിക് തന്നെയാണ് താഴോട്ട് ഇതേപോലെ ബോർഡർ എല്ലാം വെച്ചിട്ട് സെയിം. ഇതിൻ്റെ എൻക്വയറി ഉള്ളവർ എനിക്ക് പേഴ്സണലി ഒത്തിരി പേര് ചോദിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോയിൽ ഇത് കാണിക്കുന്നതാണ്. ഈ ഒരു പീസാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ള XL to XXL, XXL മാക്സിമം വരെയുള്ള മെഷർമെന്റിലേക്ക് കിട്ടുന്നത് ഈ ഒരു പീസേ ഉള്ളൂ. ബാക്ക് സൈഡ് സെയിം ഫാബ്രിക് തന്നെയാണ്. അപ്പോൾ എത്രയാണ് കാണിച്ചേക്കുന്നത്? ഉള്ള സൈസസ് ആണ് ഉള്ളത്. ഫസ്റ്റ് കാണിച്ചതിൽ അൺസ്റ്റിച്ചഡ് വേണമെങ്കിൽ അത് പറഞ്ഞാൽ മതി. വിത്തിൻ ഒരു 4 days കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നമ്മളിത് ഡെസ്പാച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.